ഗൈസ് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മിലിറ്ററി ബേസ് നമ്മളെ ഗെയിമിലേക്ക് അങ്ങനെ ആഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പൊ കമന്റ് ബോക്സ് ലിങ്ക് പിൻ ചെയ്ത് നേരെ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം. കുറച്ച് നോക്കുമ്പോൾ ഫയൽ ഓടെ കിട്ടും. നമുക്ക് നേരെ ഫയൽ ഓടെ ബാക്ക് അടിച്ചാം. അപ്പൊ നമ്മൾ ജീപ്പായിട്ട് പോകണം. നമുക്ക് പുതിയ അപ്ഡേറ്റിൽ വന്ന ഒരു പുതിയ കാറോക്സ് ആണ്. അപ്പൊ നമ്മൾ ഇതേറ്റ് പോകണം. അപ്പൊ സ്ഥലം നല്ല നോക്കി കണ്ടിട്ട് മനസ്സിലാക്കാൻ എന്നിട്ട് ആ കമന്റ് ചെയ്യാനൊക്കെ ചെയ്ത് അപ്പോൾ ആരും ലൈക്ക് ചെയ്യാതെ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ കുറെ ആൾക്കാർ സപ്പോർട്ട് തരാതെ പോകണ്ടേ. അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാം. അപ്പൊ ലൈക്ക് ചെയ്യാതെ കുറെ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ ഒരു സപ്പോർട്ട് കിട്ടുള്ളൂ. അപ്പൊ ലൈക്ക് ചെയ്യുക. അപ്പൊ ഇന്ത്യൻ ബാക്ക് കളിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താണ്ട് ഓരോട് സപ്പോർട്ട് തരാൻ പറയാം. നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താണ്ട് ഓരോട് നിങ്ങൾക്ക് സപ്പോർട്ട് തരാൻ പറയാം. പിന്നെ നമ്മൾ സബ്സ്ക്രൈബർക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരാം. അപ്പൊ നമ്മൾ അതൊരു പുതിയ റോഡാണ്. അപ്പൊ നമ്മളെ ക്രിയേറ്റർ ഉണ്ടാക്കിയ റോഡിന് നമ്മൾ നേരെ പോയാൽ മതി. അപ്പൊ ഞാൻ കാണിച്ചു തരാം അതേപോലത്തെ. പിന്നെ ഇതിന്റെ കുറെ സിറ്റി ഒക്കെ ഞാൻ വീഡിയോ ഇട്ടതാണ്. ആ സിറ്റി അല്ല ഞാൻ മെയിൻ ആയിട്ട് കാണിച്ചു തരാനുള്ളത്. അപ്പൊ മിലിറ്ററി ബേസ് ആണ്. അപ്പൊ ഏകദേശം എത്താനായിരിക്കണം. അപ്പൊ ഈ റോഡിന്റെ സൈഡിൽ കൂടെ പോയാൽ അപ്പൊ അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പൊ മിലിറ്ററി ബേസിന്റെ ഒപ്പമായിട്ട് നമ്മളെ പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്. അപ്പൊ ഇതാണ് സൈഡിൽ കിടക്കുന്നതാ. ഇതാണ് നമ്മൾ പാർക്ക് ചെയ്യുന്ന സ്ഥലം. മിലിറ്ററി ബേസിക്ക് എല്ലാ വണ്ടി ഇപ്പൊ കൊടുക്കാൻ പറ്റൂല. അപ്പൊ മിലിറ്ററി ബേസിക്ക് കയറാനുള്ള പാർക്കിംഗ് സൗകര്യമാണ് ഇത്. അപ്പൊ നമുക്ക് നേരെ ഇവിടെ കുറെ കാർ പാർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ ഇറങ്ങാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് നേരെ ജമ്പ് ചെയ്യാം. അപ്പൊ മിലിറ്ററി ബേസ് കാണിച്ചു തരാണ്ട്. അപ്പൊ ഇവിടെ നിന്ന് കാണിച്ചാൽ മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് നേരെ മിലിറ്ററി ബേസിന്റെ ഉള്ളിൽ കാണിച്ചു തരാം. അടിപൊളി മിലിറ്ററി ബേസ് ആണ്. അപ്പൊ ഞാൻ ഒരൊറ്റ മിലിറ്ററി ബേസ് കാണിച്ചിരുന്നത്. പക്ഷെ ഈ മിലിറ്ററി ബേസ് അല്ല. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മിലിറ്ററി ബേസ് ആണ് ഇത്. അപ്പൊ നിങ്ങൾക്ക് ഈ മിലിറ്ററി ബേസ് ഇഷ്ടത്തെ താഴെ കമന്റ് ആയിരിക്കും മാർക്ക് ചെയ്ത്. അപ്പൊ ഇങ്ങനത്തെ കുറെ മോഡ് വീഡിയോ താല്പര്യമുണ്ട് താഴെ കമന്റ് ചെയ്യാം. അപ്പൊ ഇവിടെ തന്നെ കുറെ ഗ്രനേഡ് ഒക്കെ വെക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ നമ്മൾ സ്പോൺ ചെയ്ത് കണ്ട് വെക്കാണ്. പിന്നെ നമ്മളെ ഗെയിമിലേക്ക് കുറെ മിലിറ്ററി ബേസ് ഒക്കെ വരും എന്നാണ്. പിന്നെ നമ്മളെ ഗെയിമിലേക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് മിലിറ്ററിന്റെ ജീപ്പ് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞേനെ. അപ്പൊ ഡെവലപ്പർ അതിന് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ഉണ്ട്. ഡെവലപ്പർ പെട്ടെന്ന് പണിയൊക്കെ കഴിച്ചാണ് ഈ ഗെയിമിലേക്ക് അപ്ഡേറ്റില്. അപ്പൊ ഇതാണ് നമ്മളെ മിലിറ്ററി ബേസ് വരുന്നത്. അടിപൊളി മിലിറ്ററി ബേസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടെ. അപ്പൊ നിങ്ങൾ എപ്പോഴും താഴെ കമന്റ് മാർക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പരിചയപ്പെടുത്തി തരാം. അപ്പൊ എന്തായാലും മുകളിലൊക്കെ ഒരു ബിൽഡിങ്ങിലൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ബിൽഡിംഗ് വരുന്നത്. ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലൊക്കെ എന്തായാലും കാണിച്ചു തരാം. ഡ്രോൺ ഷോട്ട് ഓൺ ആക്കിയിട്ട് നമുക്ക് നേരെ കാണിച്ചു തരാം. ഇതാണ് മിലിറ്ററി ബേസിന്റെ എൻട്രൻസ് വരുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ മിലിറ്ററി ബേസിന്റെ എൻട്രൻസ് അവിടെ ഹെലികോപ്റ്ററൊക്കെ ലാൻഡ് ചെയ്യുന്ന സ്ഥലമാണ് വരുന്നത്. അടിപൊളിയാണ്. അപ്പൊ ഇവിടെ സെക്യൂരിറ്റി ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. സെക്യൂരിറ്റി നമ്മൾ മുകളിലേക്കില്ല അതിന്റെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് വരുന്നത്. സെക്യൂരിറ്റി ഇവിടെ നിന്നാണ്ട് ഇങ്ങനെ നോക്കും. അപ്പൊ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ മിലിറ്ററി ബേസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഡെവലപ്പർ ഇത് ക്രിയേറ്റ് ചെയ്ത് അടിപൊളിയാക്കി. അപ്പൊ നമ്മളെ ഗെയിമിലേക്ക് മിലിറ്ററി ബേസിന്റെ പ്രോപ്സ് വന്ന അടിപൊളി ഗെയിം ആവും. അപ്പൊ മിലിറ്ററി ബേസിന്റെ പ്രോപ്സ് താല്പര്യം താഴെ കമന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഡെവലപ്പേഴ്സ് ശ്രദ്ധിച്ചാൽ നമ്മളെ മിലിറ്ററി ബേസിന്റെ പ്രോപ്സ് ഒക്കെ നമ്മളെ ഗെയിമിലേക്ക് ആടും. അപ്പൊ ആടെ അടിപൊളിയാക്കി മിലിറ്ററി ബേസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ അടിപൊളിയാക്കാൻ ആവശ്യമുണ്ടാവും. അപ്പൊ കുറെ മിലിറ്ററി ബേസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തേക്കണം. അപ്പൊ കുറെ സെക്യൂരിറ്റി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇത് വരുന്നത്. ഇവിടുന്ന് വാച്ച് ചെയ്താൽ മനസ്സിലാവും എല്ലാവർക്കും കാണാൻ പറ്റും അടിയിൽ എങ്ങനെ നടക്കുന്നുണ്ടെന്നൊക്കെ. അപ്പൊ നമ്മളെ ജീപ്പൊക്കെ വരാൻ വേണ്ടി എല്ലാവരും കമന്റ് മിലിറ്ററി ബേസിലേക്ക് ജീപ്പ് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിലൊക്കെ ഞാൻ കാണിച്ചത്. ഇതിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെയാണ്. ഇതിലൊരു സെക്യൂരിറ്റി നിൽക്കലാണ്. ഇത് നമ്മളെ ക്യാമറ ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ നോക്കാൻ വേണ്ടി ഇതാണ് ആ ക്യാമറിന്റെ ഇതൊക്കെ വരുന്നത്. ഇതിൽ കൂടെ നമുക്ക് നോക്കിയാൽ ഇവിടുത്തെ എല്ലാം കാണാൻ പറ്റും. ഇതിന്റെ ഉള്ളിൽ നിന്ന് നടക്കണമെന്നൊക്കെ കാണാൻ പറ്റും. ആ ഹൗസാണ് ഇത് വരുന്നത്. അപ്പൊ ഹൗസിന്റെ ഉള്ളിൽ ഡീറ്റെയിൽ ഞാൻ കാണിച്ചത്. അപ്പൊ ഇവിടെ ഒരു ടി വി മാത്രം. അപ്പൊ ഇതിന് മുകൾക്ക് സ്റ്റെപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ നേരെ കയറി അതേപോലെ തന്നെ ഉള്ളത്. പിന്നെ ഇവിടെ അതേപോലെ തന്നെ അങ്ങനെ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്താണ് ഞാൻ കാണിച്ചത്. അപ്പൊ ഇതാണ് ആ കമ്പ്യൂട്ടർ. ഇവിടെ കുറെ ഐറ്റംസ് ഇവിടെ കുറെ ക്യാമറ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഇത് കാണാൻ പറ്റും. നമ്മളെ ഗെയിമിലേക്ക് അങ്ങനത്തെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ഇല്ലാത്ത. പിന്നെ ഇത് അങ്ങനെ ഇറങ്ങി വരുന്ന സ്ഥലം. അപ്പൊ ഇതാണ് ആ ബിൽഡിംഗ് വരുന്നത്. അപ്പൊ ആകെ ഒരു ബിൽഡിംഗ് അങ്ങനെ തന്നെ ഉള്ളൂ സെക്യൂരിറ്റിന്റെ ബിൽഡിംഗ്. അപ്പൊ ഇതാണ് മിലിറ്ററി ബേസ്. നിങ്ങളെ അഭിപ്രായം താഴെ കമന്റ്. ഇവിടെ മിലിറ്ററി ബേസിന്റെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളാണ് വരുന്നത്. അപ്പൊ നമ്മളെ ഗെയിമിലേക്ക് മിലിറ്ററി ബേസിന്റെ ഒരു വണ്ടി ഇല്ലെങ്കിൽ ഹെലികോപ്റ്ററൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വെക്കാം. അപ്പൊ നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് മിലിറ്ററി ജീപ്പ് ആടാവുണ്ട് താഴെ കമന്റ് ചെയ്താൽ മാത്രമേ ആടാവുള്ളൂ. അപ്പൊ നിങ്ങളെ സപ്പോർട്ടിന്റെ മാത്രമേ ആടാവുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇതാ ഈ പാർക്കിംഗ് സൗകര്യം വരുന്ന അടിപൊളിയാണ്. അപ്പൊ 3 നില ഉണ്ട്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ നില കാണിച്ചില്ല. അപ്പൊ നമുക്ക് പാർക്ക് ചെയ്യാൻ നല്ല സൗകര്യം ഉണ്ട്. നമ്മുടെ മിലിറ്ററി ബേസിലേക്ക് വണ്ടി കയറ്റാൻ പറ്റില്ല. ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ജീപ്പൊക്കെ ആടാവണമെന്ന്. അപ്പൊ ഇവിടെ നമുക്ക് സെക്യൂരിറ്റി ഒക്കെ നോക്കി നിൽക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നത്. അപ്പൊ എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങളെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ മിലിറ്ററി ബേസിനുള്ള കുറിച്ച് അഭിപ്രായം താഴെ കമന്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് വീടിനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ കുറെ മോഡ് വീഡിയോ ചെയ്തേ. അപ്പൊ മോഡ് വീഡിയോ ഒക്കെ കാണാനുള്ള താല്പര്യം താഴെ കമന്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ മോഡ് വീഡിയോ ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് അല്ല ഇവിടെ ബൈ.